നമുക്ക് റോഡിനോട് ചേർന്നൊരു കാട്ടുപോത്ത്. എന്നെ കാഴ്ച നോക്കി പുഴയ്ക്ക് കുറുകെ. കാട്ടുപോത്തും ആനയും നേർക്ക് കണ്ടോ. ശരിക്കും പറഞ്ഞ ഒരു പൊടിക്കുഞ്ഞ് റോ വൈൽഡർനെസ് സ്റ്റെയറിംഗ് അറ്റാ ഓടി കയറി പോകുന്ന കേട്ടോ. നോക്കി പേടിച്ച് ഓടുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആനകളുടെ ഒരു ചാകര തന്നെയായിരുന്നേ. ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഓരോ ഇഞ്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ചും പേടി കൂടി പോകുന്നു. കാട്ടുപൂക്കൾക്കിടയിൽ നിൽക്കുന്ന കാട്ടുപോത്തിനെ കാണാൻ നല്ല രസമില്ലേ. വെള്ളത്തിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ. അമ്പോ നോക്കി ഒരു ലോഡ് ആനകൾ. കാട് മെല്ലെ ഉണർന്നു വരുന്നുള്ളൂ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. എന്തുമാത്രം ആനകളെ നമ്മൾ ഇന്ന് കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയുള്ള യാത്രയാണ് കേട്ടോ. അതെ, നമ്മുടെ കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഡേഞ്ചറസ് റൂട്ടാണ് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ നേരെ കാട്ടിലോട്ട് കയറിയാൽ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ആനകളുടെ ഒരു പ്രസൻസ് തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആനകളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ മിക്കവാറും അത് റോട്ടിലുണ്ടാവും. അതുകൂടാതെ ഈ റോഡ് ഭയങ്കര ഇടുങ്ങിയ റോഡാണ്. കാട് കയറി ഇങ്ങനെ അടഞ്ഞ കാടുള്ള ഒരു റോഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആനകളൊക്കെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കാണാനൊക്കത്തില്ല. നേരെ ഫ്രണ്ടിൽ പോയി ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവ കുറച്ച് അഗ്രസീവാണ് ഇവിടുത്തെ ആനകൾ. ഇതേ പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ ആന പക്ഷേ റോഡിലല്ല, തോട്ടിലാണ്. അച്ചൻകോവിലാറാണ് കേട്ടോ, തോടല്ല. അപ്പം ഇങ്ങോട്ട് ഈ പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് വരെ നമ്മൾ ഈ ആറിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്. എനിക്ക് നല്ല യമണ്ടൻ ഒരാന വെള്ളത്തിൽ കൂടി ഇങ്ങ് നടന്നു വരുവാണേ. നമുക്ക് റോഡിനോട് ചേർന്നൊരു കാട്ടുപോത്ത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഇപ്പം നല്ല ഇരുട്ടല്ല, വെട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ആനിമൽസ് റോഡിലോട്ടും ഒക്കെ ഇറങ്ങി തുടങ്ങിയേ. നല്ല യമണ്ടൻ ഒരു സാധനം തൊട്ട് ചേർന്ന് കേട്ടോ. എനിക്ക് ആഹാ കറക്റ്റ് തലപൊക്കി നോക്കുന്നുണ്ടോ. ആനകൾ മാത്രമല്ല കേട്ടോ, ഈ കാട്ടുപോത്തുകളും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ചില സമയത്ത് ഇവ അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഈ റൂട്ട് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞതെന്ന്. നോക്കി ആന കയറി വരുന്ന സൈഡിൽ മുകളിൽ തന്നെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത്. കാട്ടുപോത്തും ആനയും നേർക്ക് കണ്ടോ. മിക്കവാറും എന്തെങ്കിലും സംഭവിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായി ഒന്നും സംഭവിക്കാനില്ല. എന്നാലും ഓർക്കപ്പുറത്ത് കാണുമ്പോൾ വല്ലതും സംഭവിച്ചാലേ ഉള്ളൂ. കാട്ടുപോത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആനയുടെ വരവ് കണ്ടപ്പോഴത്തേക്കും ഓടി സ്ഥലം വിട്ടു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോത്തിനാണെങ്കിലും ജീവനി പേടി കാണാതിരിക്കും. ഒരാന ക്രോസ് ചെയ്ത് പോയില്ലേ, ബാക്കി ഒരു 2-3 ഇപ്പുറത്തെ സൈഡിൽ കാട്ടിൽ നിൽക്കണ്ടേ. ഇത് നോക്കിയാൽ നമ്മൾ അങ്ങനെ അവിടെ ഇപ്പോൾ ആന കയറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറിപ്പോയ ആന അതേപടി തിരിച്ചിറങ്ങി വരുന്ന നോക്കി. എന്നെ കാഴ്ച നോക്കി പുഴയ്ക്ക് കുറുകെ. അച്ചൻകോവിലാറാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മെല്ലെ കാട്ടിലോട്ട് കയറിയതുള്ളൂ. കയറിയ പാടെ വന്നതാണേ. അമ്പോ നോക്കി ഒരു ലോഡ് ആനകൾ. ഇവിടെ ഒരുപാട് ആനകളുണ്ടെന്ന് പറയുമ്പോഴും ഇത്രയും ആനകൾ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നോക്കി എല്ലാം കൂടെ പുഴയിലോട്ട് ഇറങ്ങി വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് പേര് ആനകളുടെ ആദ്യ ബാച്ചിനെ എണ്ണി തീർത്ത് കേട്ടോ. 10-14 ആന അവർ ആദ്യത്തെ ബാച്ചിൽ തന്നെ എണ്ണി. ഇനി അടുത്ത ബാച്ച് പുറകെ വരുന്നുണ്ട്. ഒരുപാടെണ്ണമുള്ള വലിയൊരു കൂട്ടമാണേ. ഇതെല്ലാം കൂടെ മുകളിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്താണ് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്, വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടെ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നേരെ ഇതിൻ്റെ മുന്നിൽ വന്ന് പെട്ടാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അമ്പനൊരു കൂട്ടമാണ്. നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീർന്നു എന്ന് വിചാരിച്ച് വണ്ടി എടുത്ത ആ സമയത്തായിരിക്കും മിക്കവാറും അടുത്ത കൂട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് പെടുന്നത്. അപ്പോൾ പൊതുവേ ആനകൾ അങ്ങനെ അപകടകാരികളല്ലെങ്കിലും ഇതുപോലെ കുട്ടികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. കാരണം അതിന് ഒരു ത്രെട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കി ഏറ്റവും പുറകിലായിട്ട് ഒരു കുട്ടിയാന വെള്ളത്തിൽ കൂടെ കിടന്ന് കുത്തി മറിയുന്നത്. വെള്ളം കണ്ടത് അങ്ങോട്ട് ആഘോഷിക്കാൻ തോന്നുന്നേ. എന്നാ രസമെന്ന് നോക്കി. വലിയൊരു കൂട്ടം, അതിനകത്ത് കുട്ടിയാനകളും ഒക്കെ ആയിട്ട്. ഇതുണ്ടോ നമ്മുടെ ഈ ആനക്കൂട്ടത്തിനകത്ത് 2-3 ചെറിയ കൊമ്പന്മാർ മാത്രമേ ഉള്ളൂ. അതായത് കുട്ടിക്കൊമ്പന്മാർ മാത്രമേ ഉള്ളൂ. വലിയ കൊമ്പന്മാർ ഒന്നും തന്നെ ഈ കൂട്ടത്തിലില്ല. അതിൻ്റെ കാരണം അറിയാലോ, ആനകൾ ഫോളോ ചെയ്യുന്ന ഒരു മെട്രിയാർക്കിക് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിലെ മുതിർന്ന പിടിയാനി ആയിരിക്കും ഗ്രൂപ്പിൻ്റെ നേതാവ്. നോക്കി പെട്ടെന്ന് ആനകളെല്ലാം കൂടെ അലേർട്ടായത്. റോഡിൽ നിന്ന് ആളുകളുടെ സൗണ്ട് കേട്ടിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടായിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കുട്ടിയാനകൾ കൂടുതൽ ഉള്ളുമ്പോഴത്തേക്കും കൂട്ടം ഭയങ്കര അലേർട്ടായിരിക്കും. നോക്കി ശ്രദ്ധിക്കുന്നുണ്ടോ ചുറ്റുപാടും.
അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറി പോകാനുള്ളൊരു വെപ്രാളമാണ് എല്ലാം കൂടെ. കൂട്ടമായിട്ട് ആ തിട്ടയിലോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്കും വലിയ തിക്കും തിരക്കും ബഹളവും ഒക്കെ ആവുന്നുണ്ടോ. അതെ, നമ്മളെ ഇത്ര ആൾക്കാർ നിൽക്കുന്നതിൻ്റെ അത് കാണിച്ചത്. കുഞ്ഞിനെ കൊണ്ട് ഓടി അപ്പുറത്തെ കടലിലോട്ട് കയറിയിട്ടെ അവിടെ നിൽക്കുകയാണ് ആനകൾ. ഒരു കൂട്ടം ആനകൾ കേട്ടോ, വലിയൊരു കൂട്ടം. ശരിക്കും പറഞ്ഞാൽ ഒരു 18-20 എണ്ണം വരെ മൊത്തത്തിൽ എണ്ണി കേട്ടോ. കാരണം ആദ്യം വന്നതും രണ്ടാമത് വന്നതും ഒക്കെ ആയിട്ട് 20 എണ്ണത്തിൽ കൂടുതലുള്ള കൂട്ടം. ഇത് ഒറ്റ കൂട്ടം തന്നെയാണോ അതോ രണ്ടാമത് വന്നത് വേറൊരു കൂട്ടമാണോ എന്ന് സംശയമുണ്ട്. കാരണം ആദ്യം വന്നത് ഇപ്പുറത്തെ കടലിലോട്ട് കയറി പോയി കഴിഞ്ഞു. ഇവിടുത്തെ തിക്കും തിരക്കും ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. മൊത്തം ആനകൾ ഇതുവരെയും കയറി കഴിഞ്ഞിട്ടില്ല. എനിക്ക് തിട്ടയിടിച്ച് മണ്ണും പൊടിയൊക്കെ പറത്തി നിൽക്കുന്നത്. ഏതായാലും ഏറ്റവും പുറകിൽ ആ മുതിർന്ന ആന ഇപ്പോഴും ഉണ്ട്, എല്ലാം കയറി കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അപ്പുറത്ത് ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡിലിരിക്കുന്നത് കേട്ടോ ഒരു സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ മീന് കൊത്തിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണേ കേട്ടോ. വായിൽ കുറച്ച് നേരമായിട്ട് ആ വായിൽ ആ മീനുണ്ട്. അത് എനിക്ക് തോന്നുന്ന വിലങ്ങിയോന്ന് സംശയമുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ആന കയറി വരുന്നത് കണ്ടിട്ട് പേടിച്ച് അങ്ങോട്ട് ഓടിപ്പോയ കാട്ടുപോത്തില്ലേ. എനിക്ക് തോന്നുന്നത് ആനകളെല്ലാം കൂടെ കയറി ചെന്നപ്പോഴത്തേക്കും മൊത്തം ആനയെ കണ്ട് എങ്ങോട്ട് പോയാലും ആന നോക്കുമ്പോഴത്തേക്കും പുള്ളി ഓടി വെള്ളത്തിൽ ചാടി ഓടി കയറി പോകുന്ന കേട്ടോ. നോക്കി പേടിച്ച് ഓടുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ. ഇപ്പുറ സൈഡിലോട്ട് ക്രോസ് ചെയ്ത് പോയ ആന അപ്പുറത്തെ കാട്ടിൽ കയറിയിട്ടെ എനിക്ക് നല്ല ബഹളം കേൾക്കുന്നത്. അവിടെ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള വലിയ സൗണ്ട് കേൾക്കാം കേട്ടോ. എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ആനകളെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോന്നി അച്ഛൻ കോവിൽ റോഡിലൂടെ. ഇന്നെൻ്റെ കൂടെയുള്ളത് ഉണ്ണിയും ഇതിനുമാണ്. നോക്കി കാടൊക്കെ അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി മാസമൊക്കെ ആയില്ലേ. എവിടെ എന്നാണെങ്കിലും അതൊരു വൻ മിസ്സാണ് കേട്ടോ. ഉണ്ണി ശരിക്കും കരിമ്പുലിയ റോഡിൽ കണ്ടെന്നാ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ല. അയ്യോ, കിട്ടിയെങ്കിൽ അതൊരു ഭയങ്കര ഒരു സംഭവമായിപ്പോൾ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും എനിക്ക് കാണാനുള്ള ഭാഗ്യം നിലവിൽ ഇതുവരെ ആയിട്ടില്ല. ഉണ്ണി ശരിക്കും കണ്ടെന്നാ പറഞ്ഞത് കേട്ടോ. കാരണം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ക്യാമറയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ മൊബൈൽ റെക്കോർഡിംഗ് ആയിരുന്നു, പക്ഷേ ആ ഭാഗത്തേക്ക് ആയിരുന്നില്ല, സൈഡിലേക്കായിരുന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണത്. കൺമുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ കരിമ്പുലിയാണ്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് സൈറ്റിംഗ്. ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി തിരിഞ്ഞ് നമ്മളെ ഒരു നോട്ടം. റോ വൈൽഡർനെസ് സ്റ്റെയറിംഗ് അറ്റ് us. ഒരുപാട് കാലമായിട്ട് കൊതിച്ചിരുന്ന ഒരു കാഴ്ചയാണിത്. ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം. എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. കാര്യം പഞ്ച് ഡയലോഗൊക്കെ അടിച്ചെങ്കിലും മൊത്തം വിറയിലും വെപ്രാളും ഒക്കെ കാരണം വീഡിയോ കുറേ ഷെയ്ക്കായി പോയി കേട്ടോ. പക്ഷെ എന്നാലും തിരക്കിനിടയിൽ കുറച്ച് ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. നമ്മളീ കണ്ടത് വളരെ വളരെ റെയറായിട്ടുള്ള ബ്ലാക്ക് പാന്തറാണ് കേട്ടോ, അഥവാ കരിമ്പുലി എന്ന് പറയും മലയാളത്തിൽ. എന്തുകൊണ്ടാണ് കരിമ്പുലി എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് പുലി തന്നെയാണ്, അതായത് പുള്ളിപ്പുലി, ലെപ്പേർഡാണ്. അതിന് മെലാനിൻ്റെ അളവ് കൂടിയിട്ട് കറുത്ത നിറം വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് പാന്തർ അഥവാ കരിമ്പുലി എന്ന് പറയുന്നത്. മെലാനിൻ്റെ അളവ് കൂടിയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ ഇതിനെ മെലനിസ്റ്റിക് ലെപ്പേർഡ് എന്നും പറയുവേ. ചിലർ പറയും അങ്ങനെയേ പറയാവുള്ളൂ, ബ്ലാക്ക് പാന്തർ എന്നൊന്നും പറയാൻ പാടില്ല എന്ന്. പക്ഷേ പാന്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ജീവിയൊന്നുമല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിഗ് ക്യാറ്റ്സ് ഫാമിലിയിലെല്ലാം കൂടെ ഉൾപ്പെടുന്ന പാന്തറ എന്ന് പറഞ്ഞ ഒരു ജീനസിൽപ്പെട്ട ജീവികളെ എല്ലാം കൂടെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് കേട്ടോ പാന്തർന്ന്. അതിൽ തന്നെ നമ്മുടെ ബ്ലാക്ക് അല്ലെങ്കിൽ മെലനിസ്റ്റിക് ലെപ്പേർഡിനെയും മെലനിസ്റ്റിക് ജഗ്വാറിനെയും കൂടെ ചേർത്തിട്ടാണ് ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത്. ഏഷ്യയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് മെലനിസ്റ്റിക് ലെപ്പേർഡാണ് ബ്ലാക്ക് പാന്തർ എന്നറിയപ്പെടുന്നത്. അതേസമയം അമേരിക്കയിലാണെങ്കിൽ മെലനിസ്റ്റിക് ജഗ്വാറിനെയാണ് ബ്ലാക്ക് പാന്തർ എന്നറിയപ്പെടുന്നത്. സുഖം പിടിച്ചേ. ഫോട്ടോസൊക്കെ പിന്നീട് സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ പുറകിലായിട്ട് ചില ഫോട്ടോസിൽ 2 കണ്ണുകൾ കൂടെ കാണാം കേട്ടോ. അപ്പം ഞങ്ങളുടെ സംശയം ശരിയാണെങ്കിൽ വേറൊരു ബ്ലാക്ക് പാന്തറും കൂടെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമ്മളത് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് അത്യപൂർവങ്ങളായിട്ടുള്ള നിമിഷങ്ങളായിരുന്നേനെ കേട്ടോ. ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പ് ചാനലും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. നോക്കി അച്ഛൻ കോവിലാറ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഇപ്പം ആനയും അതുപോലെ കാട്ടുപോത്തും കരിമ്പുലിയൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നീക്കി ആ സൈഡിലായിട്ട് കാട്ടിൽ ആന നിൽപ്പുണ്ട് വീണ്ടുവേ. ഇത് വേറൊരു സ്ഥലമാണ്. കുറേ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും
വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയ രീതിയിലാണ് ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സൈറ്റിങ്സ് ആണ്. നോക്കിയാൽ നല്ല രസമില്ലേ ഈ പ്രാവിനെ കാണാൻ. ഇതാണ് എമറാൾഡ് ഡവ്, മരതക പ്രാവ് എന്ന് പറയും മലയാളത്തിൽ. നമ്മുടെ തമിഴ്നാടിൻ്റെയൊക്കെ സംസ്ഥാന പക്ഷിയാട്ടോ ഇത്. ഇത് വളരെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഇത്രയും അടുത്ത് ഇതിനെ കിട്ടാറില്ല പൊതുവേ. സാധാരണ വണ്ടിയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പറന്നു പോകാറാണ് പതിവ്. മിക്കവാറും റോഡിലൊക്കെ ഇരിക്കുന്ന കാണാം, വണ്ടി ചെല്ലുമ്പോഴത്തേക്കും പോകും. അതല്ലെങ്കിൽ നമ്മൾ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മരത്തിനിടയിൽ കൂടെ പറന്നു പോകുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതിപ്പം നമ്മുടെ ലെക്കിന് തൊട്ടടുത്ത് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. വള്ളിപ്പടർപ്പ് കിടന്ന് വല്ലാതെ കുലുങ്ങുന്ന കണ്ടിട്ട് എന്നാന്ന് നോക്കിയതാണേ. ഇതുണ്ടോ ഒരു യമണ്ടൻ കാട്ടുപോത്ത്. കാട്ടുപൂക്കൾക്കിടയിൽ നിൽക്കുന്ന കാട്ടുപോത്തിനെ കാണാൻ നല്ല രസമില്ലേ. നമ്മളെ തന്നെ കുറച്ചധികം നേരം നോക്കി എന്നിട്ട് പുള്ളി മെല്ലെ കാട്ടിനകത്തോട്ട് കയറിപ്പോയേ. ഇതുണ്ടോ തൊട്ട് താഴെ പുഴയുടെ സൈഡിലായിട്ട് വേറെയും കാട്ടുപോത്ത് നിൽക്കുന്നത്. ഇത് ഒരുപാട് കാട്ടുപോത്തുകളും അല്ലെങ്കിൽ ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരത്തു നിന്നായിട്ട് ആനയുടെ അലർച്ച കേട്ടോ കേട്ടത്. മൊത്തത്തിലൊരു എന്നാ പറയുക പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് കേട്ടോ. ഒരു കട്ട വൈൽഡ് ഫീല്. ഇതേ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുഴ ക്രോസ് ചെയ്ത് അങ്ങേ കരയിൽ കയറി അതിൽ മേഞ്ഞ് നടക്കുന്നുണ്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് മൊത്തം കൂട്ടമായിട്ട് ഇറങ്ങിയേക്കുവാണേ. പോരാത്തന്നെ ഈ ഒരു സമയത്ത് കാടിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചു നേരം കണ്ണൊക്കെ അടച്ച് കാടിൻ്റെ ഈ ആംബിയൻസ് ഒന്ന് ആസ്വദിച്ച് നോക്കി. നമ്മുടെ യാത്ര ഇങ്ങനെ മെല്ലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണേ. ലൈറ്റൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ പോയി തുടങ്ങി. സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞല്ലോ. ഒരു 6 മണി ഒക്കെ കഴിഞ്ഞ സമയം. ഏതായാലും ഇടുന്നതിന് മുന്നേ നമ്മൾ അച്ചൻകോവിൽ ചെല്ലും. അതുകൊണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നതുള്ളേ. നമ്മൾ രാവിലെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കാടിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടോ. എന്നാ രസമെന്ന് നോക്കി. കണ്ടോ നിശ്ചലമായിട്ട് കിടക്കുന്ന അച്ചൻകോവിലാറിൽ ഉദയസൂര്യൻ്റെ റിഫ്ലക്ഷനൊക്കെ കാണാം. അതുപോലെ അപ്പുറത്തെ കരയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കോടമഞ്ഞിൻ്റെ പാച്ചസും ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ കാണാൻ. ഇതേ അപ്പുറത്തെ കരയിൽ പുല്ലിനകത്തോട് ഒരു ആന നടന്നു വരുന്നുണ്ടോ. കാട് മെല്ലെ ഉണർന്നു വരുന്നുള്ളൂ. പക്ഷെ ആന രാവിലെ തന്നെ എഴുന്നേറ്റ് ആനയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ആനയുടെ തന്നെ ഒപ്പം വളർന്നു നിൽക്കുന്ന വലിയ പുല്ലാണ് കേട്ടോ. ആനയെ ശരിക്കും കാണത്തില്ല പുല്ലിനടയ്ക്കുന്നത്. കാടുണർന്നു വരുന്നതിൻ്റെ സൗണ്ട് ആനയൊക്കെ കണ്ട് കുറച്ചു നേരം ഒന്ന് കേട്ടു നോക്കി. അച്ചൻകോവിലിനെ പറ്റി പറയുകയാണെങ്കിൽ കാടിന് നടുക്കുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. ചുറ്റോട് ചുറ്റും കാട്. അതുകൂടാതെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അപ്പം അച്ചൻകോവിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന കോന്നി അച്ചൻകോവിൽ റൂട്ട് കൂടാതെ തന്നെ പത്തനാപുരത്ത് നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അലിമുക്ക് വഴിയും ഈ അച്ചൻകോവിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആ റൂട്ടൊക്കെ വഴി വരുവാണെങ്കിൽ കാട് കുറവായിരിക്കും. അതുപോലെ തന്നെ തമിഴ്നാട് സൈഡിൽ നിന്നും അച്ചൻകോവിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ചെങ്കോട്ട വഴി ഇങ്ങോട്ടേക്ക് എളുപ്പത്തിൽ വരാൻ പറ്റും കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കേരള ഫോറസ്റ്റ്, ഈ കോന്നി റിസർവ് ഫോറസ്റ്റാണ്. നോക്ക് വീണ്ടും ആന പുഴയിൽ ഇറങ്ങി നിന്നിട്ട് മേത്ത് മുഴുവൻ വെള്ളം കോരി ഒഴിക്കുകയാണേ. ഈ ഒരു ട്രിപ്പിൽ എത്രാമത്തെ ആനയെ കാണുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഒത്തിരി മാത്രം ആനകളെ നമ്മൾ കണ്ടു. ഇതുണ്ടല്ലേ കുറച്ച് വെയിൽ കട്ടിയായി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പം ദേഹമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരി ഒഴിക്കുന്നതാണേ. നിങ്ങൾക്കറിയാലോ ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെളിയും വെള്ളമൊക്കെ മേത്ത് കോരി ഒഴിക്കുകയും അതുപോലെ മണ്ണ് വാരിയിടുകയൊക്കെയാണ് ആനകൾ ചെയ്യാറ്. ഈ ചെവിയാട്ടി എന്നാ പറയണ്ട കാറ്റ് അടിപ്പിക്കുന്നത് കൂടാതെ. ഈ സൈഡിൽ നിന്ന് ആന പുഴയുടെ നടുക്കോട്ട് ഇറങ്ങിയേ. ഒരെണ്ണം അല്ല, അതിൻ്റെ കൂടെ വേറെയുണ്ട്. ഈ സൈഡിൽ കരയിലൊക്കെ ആയിട്ട് കുറേ ആനകൾ നിൽപ്പുണ്ട് കേട്ടോ.
ഒരു കൂട്ടം ആനയുണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ക്രോസ് ചെയ്തങ്ങ് പോയതുള്ളേ. മിക്കവാറും ഈ മുകളിൽ എവിടെയെങ്കിലും കയറി വരും, നമുക്ക് നോക്കാം. നമ്മൾ ക്യാമറ ആനയെ കണ്ടപ്പോഴത്തേക്ക് തന്നെ റോഡിൽ പിന്നെ പുഴയിൽ ഇറങ്ങിയായിരുന്നു ആന. ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അത് ക്രോസ് ചെയ്ത് കയറിപ്പോയി. ആദ്യം നമ്മളിത് കാണുന്നത് തന്നെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നതാണേ. അപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ള ആനകൾ കരയിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, 3-4 അപ്പോഴാണ് ഇത് ഇറങ്ങിപ്പോയത്, തിരിച്ച് ഇറങ്ങി വരുന്നത്. അതിസുന്ദരമായ ഒരു കാഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ പറയാവേ. ഒരു യമണ്ടൻ ആന പുഴയിൽ കൂടെ ഇറങ്ങി നടന്ന് വെള്ളത്തിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ. വലിയ കൂട്ടാട്ടെ. നമുക്ക് ആനകൾ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ 3 കാണാം, റൈറ്റിൽ ഇപ്പോൾ ഒരെണ്ണത്തിനെ കാണാം. മൊത്തം 5-6 ആനയുണ്ട് കേട്ടോ. ഇപ്പുറത്തെ കരയിൽ പുല്ലിനിടയ്ക്ക് നിന്ന് ആനകളെല്ലാം കൂടെ മെല്ലെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് കണ്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് ആനകളുണ്ട് കേട്ടോ. മൊത്തം വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. അവിടെ ആ മരത്തിൻ്റെ തണലുള്ള ഭാഗത്തായിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. എന്തുമാത്രം ആനകളെ നമ്മളിന്ന് കണ്ടത്. വെള്ളത്തിലോട്ട് ഇറങ്ങിയ ആനകളെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ വന്ന വഴിക്ക് തിരിച്ചു കയറി പോകുന്നുണ്ടോ. എന്തോ അപകടം മണത്തിട്ടെന്ന പോലെ. നമ്മൾ നമ്മുടെ തിരിച്ചുള്ള യാത്ര തുടരുവാണേ. നമ്മളിപ്പം അച്ചൻകോവിൽ സൈഡിൽ നിന്ന് കോന്നി റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൂടെ ഇന്ന് ഒരു പ്രമുഖ മലയാളം ചാനലിലെ വൈൽഡ് ലൈഫ് റിപ്പോർട്ടറും കൂടിയുണ്ട് കേട്ടോ, കിഷോർ, നമ്മുടെ ഫ്രണ്ടാണ്. ഇത് ആ ഉണക്കമരത്തിൽ ഇരിക്കുന്നുണ്ടോ, സർപ്പൻറ്റികൾ അഥവാ മലയാളത്തിൽ ചുട്ടിപ്പരുന്തെന്ന് പറയും. നമുക്ക് സാധാരണ കാട്ടിലൊക്കെ കയറുമ്പോൾ ഇഷ്ടം പോലെ കാണാറുള്ളതാണ്. എത്ര കണ്ടാലും മതിയാവത്തില്ല കേട്ടോ. നമ്മൾ ആനകളെയൊക്കെ കാണുന്ന പോലെയാണ്. എപ്പോൾ കണ്ടാലും നമ്മൾ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം നോക്കി എന്നിട്ടേ പോകാറുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കോന്നി അച്ചൻകോവിൽ റോഡ് ഭയങ്കര ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആനിമൽ പ്രസൻസും പോരാത്തതിന് ഇഷ്ടം പോലെ കാട്ടറും. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഇത്തിരി ദുസ്സഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്മൂത്ത് യാത്രയായിരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. പോരാത്തതിന് കാട് അത്ര പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു യാത്രയായിരിക്കും. ഞാൻ ഈ വഴി ആദ്യമായിട്ട് വരുന്നതല്ല, മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം വർഷങ്ങൾക്ക് മുന്നേ ഈ വഴി വന്നപ്പോഴാണ് ഞാൻ ഏതെങ്കിലും ഒരു കാട്ടിൽ കയറിയിട്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നായിരുന്നേ. അമ്പോ എന്നെ മാരക കാഴ്ച നോക്കി വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയപ്പം കരിമ്പുലിയെ കണ്ട അതേ സ്പോട്ടിലെത്തി കേട്ടോ. കരിമ്പുലി അങ്ങനെ വീണ്ടും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. പുഴയിൽ കൂടെ നടന്നു വരുന്നത് കണ്ടോ, ഒരു കൂട്ടം ആനകൾ. ഞാൻ മുന്നേ നമ്മുടെ കോന്നി അച്ചൻകോവിൽ റൂട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. എന്നാ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തെങ്കാശി സൈഡിൽ നിന്ന് വരുമായിരുന്നു. തെങ്കാശിയിൽ നിന്ന് അച്ചൻകോവിലെത്തി. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇരുട്ടായി. പിന്നെ നമ്മൾ ഈ അച്ചൻകോവിൽ സൈഡിൽ നിന്ന് ഈ കോന്നി റൂട്ടിലോട്ട് കയറിയപ്പോൾ തന്നെയും അവിടുത്തെ ഒരു ലോക്കൽ പറഞ്ഞു ഈ റൂട്ടിൽ ഇപ്പോൾ പോകണ്ട, കാരണം വഴിയിൽ ആന ഉണ്ടാവുന്നു. നമ്മൾ ഇഷ്ടംപോലെ കാടൊക്കെ കയറിയിട്ടുള്ളതായതുകൊണ്ടും ആനയെ വലിയ പേടിയില്ലാതിരുന്നുകൊണ്ട് ഞങ്ങളത് മൈൻഡ് ചെയ്യാതെ ഇങ്ങ് പോകുന്നു. ഞാനും ഉണ്ണിയും തന്നെയായിരുന്നു കേട്ടോ. അന്ന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴയും കാറ്റും. മുന്നോട്ട് പോകുന്തോറും ആനയുടെ പ്രസൻസ് നമുക്ക് റോഡിലൊക്കെ കണ്ടു തുടങ്ങി. ശരിക്കും റോഡിലൊന്നും ആനയെ കണ്ടില്ല, പക്ഷേ നല്ല രീതിയിൽ പ്രസൻസ് ഉണ്ടായിരുന്നു. അടഞ്ഞ കാടും നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഓരോ ഇഞ്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ചും പേടി കൂടി വന്നു. അങ്ങനെ ശരിക്കും പേടിച്ച ഒരു യാത്രയായിരുന്നു അന്നത്തേത്. ഏതെങ്കിലും ഒരു കാട്ടിൽ കയറി പേടിച്ചിട്ടുണ്ടെങ്കിൽ അതന്നായിരുന്നു, അത് ഈ കാട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ റൂട്ടിലൊക്കെ ഒരു കാരണവശാലും ഇരുട്ട് വീഴുന്നതിന് മുന്നേ പുറത്ത് കിടക്കുന്ന രീതിയിൽ മാത്രമേ യാത്ര പ്ലാൻ ചെയ്യാവുള്ളൂ. ഇവിടെ മേളില്ലേ കിട്ടിയായിരുന്നു. നമ്മൾ കഥ പറഞ്ഞിരുന്ന നേരം കൊണ്ട് എന്തുമാത്രം ആനകളാണ് ക്രോസ് ചെയ്ത് പോയതെന്ന് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ആനകളുടെ ഒരു ചാകര തന്നെയായിരുന്നേ. ഈ ഒരു സ്ഥലം ഒന്നും പറയാനില്ല, അന്യായമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നോക്കി ഒരു കുട്ടിയാന വരുന്നത്
ശരിക്കും പറഞ്ഞാൽ ഒരു പൊടിക്കുഞ്ഞ്. അതിൻ്റെ കളിയൊക്കെ നല്ല രസം കേട്ടോ. മഹാവികൃതിയാണെന്ന് തോന്നുന്നു. മണ്ണൊക്കെ വാരിയെടുത്ത് എറിയുക, ഓടിക്കളിക്കുക. കുട്ടിയാനെ ഫുള്ള് കുന്തളിപ്പാണേ. അങ്ങ് ദൂരേന്ന് രണ്ടും കൂടെ നടന്ന് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആനകളുടെ അടുത്തോട്ട് എത്തിയേ. ഇതിലെല്ലാം ഒരൊറ്റ കൂട്ടമാണെന്ന് തോന്നുന്നു. നിങ്ങൾ വന്നപ്പോഴത്തേക്കും ശ്രദ്ധിച്ച് നിൽക്കുന്നതുണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞാൽ കൂട്ടത്തിൽ തീരെ ചെറിയ ആനകളൊക്കെ ഉണ്ടെങ്കിൽ ആനക്കൂട്ടം ഫുള്ള് അലേർട്ടായിരിക്കും. അതുപോലെ കൂട്ടത്തിലെ ബാക്കിയുള്ള പിടിയാനകളും ഒക്കെ ഈ കുട്ടിയാനയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞു. ആനക്കൂട്ടം പെട്ടെന്ന് എല്ലാം കൂടെ കുറച്ച് നേരം അലേർട്ടായി നിന്നിട്ട് അലറിക്കൊണ്ട് കാറിനകത്തോട്ട് ഓടി കയറിപ്പോയേ. വല്ല കരിമ്പുലിയും കണ്ടിട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ് കോന്നിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സഫാരി വീഡിയോസ്, അല്ലെങ്കിൽ ട്രക്കിംഗ് വീഡിയോസ്, ഫോറസ്റ്റ് റൂട്ടുകൾ, അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതലും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ നമ്മുടെ വെബ്സൈറ്റ്, അതുപോലെ നമ്മൾ ടൂർ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.